നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ചെയ്യണം എന്നാലോചിച്ച് തല പുണ്ണാക്കണ്ട. ഇതേപോലെ ചെയ്ത് നോക്കുക. ഇതൊരു 120 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 30 മില്ലി തൈരും കൂടി ഒഴിക്കാം. അതിനുശേഷം നന്നായി നമുക്കൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു 150 മില്ലി വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് നമുക്കിതേപോലെ ഇളക്കി വയ്ക്കാം. ഇളക്കി വെച്ച് ഒരു 20 മിനിറ്റ് കഴിയണം കേട്ടോ, ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്തു. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് കടുക് ഒന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. കടുക് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഒരല്പം ഇഞ്ചി, അല്പം പച്ചമുളക്, ഒരു പച്ചമുളക് എന്നിവയിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഒരു സവാള നുറുക്കിയതും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഫ്രൈ ആക്കി എടുക്കാം. ഇതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സവാള ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റ് വയ്ക്കുക. ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. റവയും തൈരും ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയ കൂട്ട് നമുക്ക് മിക്സിയിലിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ദോശമാവിൻ്റെ പാകത്തിൽ ഈ ഒരു പാകത്തിൽ മാവ് അരച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ച മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ചേർത്തിളക്കാം. ഒരു വെറൈറ്റി ദോശയാണ് കേട്ടോ ഇത്. പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഹെൽത്തിയായ ഒരു ദോശയും കൂടിയാണ്. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു ദോശ തയ്യാറാക്കി കൊടുക്കൂ. വീട്ടിലെല്ലാവരും അത്ഭുതത്തോടെ അത് കഴിക്കും. അത്ഭുതത്തോട് മാത്രമല്ല, രുചിയോടും കൂടി കഴിക്കും കേട്ടോ. നമ്മൾ റവയ്ക്കൊപ്പം ഒഴിക്കുന്ന തൈര് അധികം പുളിക്കാത്തത് വേണം കേട്ടോ. നമ്മൾ ചോറിനൊക്കെ കഴിക്കുന്ന ആ ഒരു പാകം മതി തൈരിൻ്റെ പുളി. കല്ല് ചൂടായി കഴിഞ്ഞു. ഇനി നമ്മൾ ദോശമാവ് കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുക്കുക. അതിനുശേഷം മുകളിൽ നെയ്യോ എണ്ണയോ എന്താണ് നിങ്ങൾക്കിഷ്ടമോ അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കി എടുക്കാം. ഇനി ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വേണ്ട, ഈസി ആയിട്ട് വരും. ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതാ നോക്കാം, പാകം വേണ്ട. ഈ ഒരു പാകത്തിൽ നമ്മൾ ദോശ ഇങ്ങനെ നല്ല സോഫ്റ്റായ ദോശ റെഡിയാവും. എല്ലാവരും ഈ വെറൈറ്റി ദോശ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.